ഹായ് ഹലോ, നമുക്കിന്നൊരു ബീഫ് പുലാവിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മുടെ പുലാവിനായിട്ട് ആവശ്യമായി വരുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, മല്ലി, വലിയ ജീരകം, അതുപോലെ വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഉണക്കമുന്തിരി, ക്യാരറ്റ്, പിന്നെ 4 കപ്പ് ബസ്മതി അരി സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി അരി. പിന്നെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആ ബീഫിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ബേ ലീഫും ചേർക്കണം കേട്ടോ, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ക്യൂബായി കട്ട് ചെയ്ത ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കണമെന്നില്ല, അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ഒരു 4 പീസായി കട്ടാക്കിയിട്ടും ചേർത്താൽ മതി. 2 കപ്പ് വെള്ളവും എരിവിനാവശ്യമായിട്ടുള്ള മുളകും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം വെച്ച് ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നീളത്തിലരിഞ്ഞ 2 ഉള്ളി ചേർത്ത് നന്നായി ഫ്രൈ ആക്കി എടുക്കാം. ഈ ഉള്ളി മുഴുവനായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. 2 ഉള്ളിയാണ് ഇതിക്ക് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി മാറ്റിയെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ ക്യാരറ്റും ഉണക്കമുന്തിരിയും ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ടൊന്ന് ഫ്രൈ ആക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് കോരിയെടുത്താൽ മതി. ഫ്രൈ ചെയ്ത് വെച്ച് കുറച്ച് ഉള്ളിയും മുന്തിരിയും ക്യാരറ്റും നമുക്ക് റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് ഫ്രൈ ആയി വന്നാൽ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ ചെറിയ പീസ് 4 പട്ട, ഗ്രാമ്പു, 4 ഗ്രാമ്പു, 4 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ബേ ലീഫ്, ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണ്ട, ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം ചേർത്താൽ മതി. ബീഫ് വേവിച്ച വെള്ളം ഒഴിവാക്കണ്ട കേട്ടോ, അത് നമുക്ക് ആവശ്യമായിട്ട് വരും റൈസ് വേവിക്കുമ്പോൾ. ബീഫ് മുഴുവനായി നേരത്തെ വേവിച്ച് വെച്ച സ്പൈസസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. 3 മിനിറ്റിന് ശേഷം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ടൈമിൽ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് ബാക്കി മുഴുവനും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വിട്ടു പോയിരുന്നു, പിന്നീട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത് ഉള്ളി ഇട്ടിട്ടുള്ളത്. നിങ്ങൾ തൈര് ചേർത്തില്ലേ, ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുത്തത്. അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് റെഡി ആയിട്ട് തന്നെ കിട്ടും. ബീഫ് വേവിച്ച വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി റൈസ് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മുക്കാൽ വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1/4 വേവായി കഴിഞ്ഞാൽ മൂടി തുറന്ന് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ ഉണക്കമുന്തിരിയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് നന്നായി വെന്ത് കിട്ടും. ഇത്ര പണിയുള്ളൂ. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ലൊരു അടിപൊളി ബീഫ് പുലാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. കാണുമ്പോൾ നമുക്ക് കുറച്ച് പണിയായിട്ട് തോന്നും, പക്ഷെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വിളമ്പിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കണേ. ഇനി ബീഫ് കിട്ടുമ്പോൾ സിമ്പിളായി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പുലാവിൻ്റെ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കണേ.